സന്തോഷത്തെ എന്നും ഞാൻ കീർത്തിച്ചിടട്ടെ. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്ത നാൾ. കാത്തു പ്രാർത്ഥിക്കാറാക്കിയതാ ആർത്തു ഘോഷിക്കാറാക്കിയതാ. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്ത നാൾ. May God's name be glorified ദൈവം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. for yet another time when we can sit together with the Word of God. ഒരു പ്രാവശ്യം കൂടി ദൈവവചനവുമായിട്ട് നമുക്കിങ്ങനെ ഒരുമിച്ചായിരിക്കാൻ ദൈവം സഹായിച്ചോട് ദൈവത്തെ സ്തുതിക്കാം. We have been in the last 7 classes or so considering the way in which God, in His attempts to continue and bring a group of children who could be made holy. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ദൈവം എപ്രകാരം തൻ്റെ ജനത്തെ വിശുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് നയിച്ചു അല്ലെങ്കിൽ നയിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. The various dispensations that we went through until we reached the dispensation of the law. വിവിധങ്ങളായ യുഗങ്ങളിലൂടെ നാം ചിന്തിക്കാനായിട്ടിടയായി തീർന്നു. നാം ന്യായപ്രമാണ യുഗം വരെയാണ് എത്തിയത്. And that's where there is a large nation called the Israelite nation. അപ്പോഴാണ് നമ്മൾ ഒരു വലിയ രാഷ്ട്രമായിട്ട് ഇസ്രായേൽ രാജ്യത്തെ നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീർന്നത്. And who have now come into the promised land as promised by God Yahweh himself. യഹോവയായ ദൈവം തന്നെ വാഗ്ദത്തം ചെയ്തതുപോലെ ഈ ജനം വാഗ്ദത്ത ദേശത്തേക്ക് കനാൻ ദേശത്തേക്ക് എത്തുവാനായിട്ട് ഇടയായി തീർന്നു. Up until then they were under the government of God as a king. അതുവരെയും അവരെ ദൈവം അവർക്ക് രാജാവായി ആ രീതിയിൽ ആയിരുന്നു അവരെ വന്നിരുന്നത്. But when they came into the land of Canaan, there were many tribes that were around who were defeated as per God's plan and his direction. എന്നാൽ ഇസ്രായേൽ ജനം കനാൻ ദേശത്തേക്ക് എത്തിയപ്പോൾ അവിടെ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരായ വിവിധങ്ങളായ ഗോത്രങ്ങളെ കീഴ്പ്പെടുത്തുവാനായിട്ട് അവരെ ഉന്മൂലനം ചെയ്യുവാനായിട്ട് ദൈവം കൽപ്പിച്ച പ്രകാരം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. Although geographically they were asked to acquire certain land, they failed to do, but most of it they did. ആ ദേശം മുഴുവൻ അവർക്ക് ദൈവം അവർക്ക് വിഭാഗിച്ച് എടുക്കുവാനായിട്ട് കൊടുക്കുവാനായിട്ട് അവരോട് കൽപ്പിച്ചിരുന്നുവെങ്കിലും അതിൽ മിക്കവാറും ഭാഗം അവരെടുത്തെങ്കിലും ചില ഭാഗങ്ങൾ അവരെ എടുക്കാതെ ശേഷിപ്പിച്ചു. One of that is where the foreigners, not the Canaanites, foreigners, Philistines, they call the Philistines, settled in the Gaza Strip called Palestine. അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഗാസ സ്ട്രിപ്പ് എന്ന് പറയുന്ന ആ ഭാഗം. അവിടെയാണ് ഫെലിസ്തീർ എന്ന് പറയുന്ന വിദേശികളായ അവരെ തദ്ദേശീയരല്ല, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന് പാർക്കുന്ന ജനമാണ്. അവരാണ് ഫെലിസ്തീർ അവിടെ പാർക്കാനായിട്ട് ഇടയായി തീർന്നു. They were part of a group of 6 other tribes that came from the Greece area and the Crete area and tried to take over the land on the seaside, but they lost in the battle. അവരെ മറ്റ് ഗ്രീസിൻ്റെയും അതുപോലെ ക്രേത്ത ദ്വീപിൻ്റെയും ഒക്കെ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള സമുദ്ര തീരത്ത് വസിക്കാനായിട്ട് ആഗ്രഹിച്ച ജനക്കൂട്ടമായിരുന്നു. എന്നാൽ അവർക്കത് മുഴുവനായിട്ട് സാധ്യമായില്ല. And this strip of land was part of the Egyptian king Ramses III. ഈ പ്രത്യേകമായ സ്ഥലം മിസ്രൈമിലെ രാജാവായിരുന്ന റമസേസിന്റെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. And when Ramses III defeated these Philistines, he gave them this land to go and stay there and more or less work for him. ഈ മിസ്രൈമിലെ രാജാവായ റമസേസ് ഈ ജനത്തെ ഫെലിസ്തീനെ കീഴ്പ്പെടുത്തിയപ്പോൾ തനിക്ക് വേണ്ടി ജോലി ചെയ്യാനായിട്ട് ഈ ജനത്തെ ആ പ്രദേശത്ത് താമസിപ്പിക്കുകയാണ് ഉണ്ടായത്. This was on the western side. ഇത് ആ പ്രത്യേക രാജ്യത്തിൻ്റെ കിഴക്ക് ഭാഗം പടിഞ്ഞാറ് ഭാഗമാണ് ഈ ഭാഗമായിരുന്നത് ഗാസ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. And it is on the eastern side from which at the same time the Israelites were entering into Canaan.
എന്നാൽ അതേസമയം തന്നെ ഇതിന്റെ കിഴക്ക് ഭാഗത്തുകൂടെയാണ് ഇസ്രായേൽ ജനം ഈ കനാൻ ദേശത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരുന്നത്. So more or less, they were there in that area almost at the same time. അതുകൊണ്ട് ഈ ജനം, ഇസ്രായേൽ ജനവും അതുപോലെ ഫെലിസ്ത്യരും ഒരേ സമയത്താണ് ഈ സ്ഥലത്ത് അവർ താമസം ആരംഭിക്കാനായിട്ട് ഇടയായി തീർന്നത്. They were warring neighbors. അവര് ശത്രുതയിൽ തന്നെ ആയിരുന്ന അയൽക്കാരായി അങ്ങനെ ജീവിച്ചു. And the Philistines were stronger and more technologically advanced, and therefore they went into battle many a time with the Israelites. ഫെലിസ്ത്യർ ഇസ്രായേൽ മക്കളെക്കാൾ കൂടുതൽ ശാരീരിക ബലമുള്ളവരും അവർ കൂടുതൽ യുദ്ധ പ്രാപ്തരുമായിരുന്നുകൊണ്ട് പലപ്പോഴും അവർ ഇസ്രായേൽ ജനത്തിനെതിരായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. But God was always with the children of Israel, and there were victories that we know of. There were some defeats as well. എന്നാൽ ദൈവം ഇസ്രായേൽ ജനത്തോട് കൂടെ ഇരുന്നതുകൊണ്ട് അവർക്ക് പലപ്പോഴും വിജയം ലഭിച്ചു, ചില സമയത്ത് തോൽവി ഉണ്ടായെങ്കിൽ തന്നെയും. But there was a plan and purpose that God was leading his children, his nation. എന്നാൽ തന്റെ ജനത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ദൈവത്തിന്റെ പദ്ധതിയും ഉദ്ദേശങ്ങളും ദൈവം നടപ്പാക്കിക്കൊണ്ടിരുന്നു. And it was at that time that the large number of these people, the Israelites, looked towards their left and the right and the north and the south, and they found that most of the tribes had a king or a leader. ഈ കാലഘട്ടത്തിലാണ് ഇസ്രായേൽ മക്കൾ ചുറ്റും നോക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പൊ അവര് നോക്കുമ്പോൾ അവിടെയുള്ള ചുറ്റുമുള്ള ജാതികൾക്ക് അവരെ നയിക്കുവാനായിട്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. Somebody they can see and talk to directly. അവർക്ക് കണ്ട് നേരിട്ട് അവരുടെ ആവശ്യങ്ങൾ അറിയിക്കുവാനായിട്ട് ഒരു നേതാവ്, ഒരു രാജാവിനെ അവർക്കുണ്ടായിരുന്നു. But here Yahweh is somebody that they cannot directly see physically. എന്നാൽ ദൈവത്തെ, യഹോവയായ ദൈവത്തെ അവർക്ക് നേരിട്ട് ആ രീതിയിൽ കാണുവാനായിട്ട് കഴിയുമായിരുന്നില്ല. So they desired a king, and then God allowed them to have Saul as a king. അതുകൊണ്ട് അവർ മറ്റ് ചുറ്റുമുള്ള ജാതികളെ പോലെ രാജാവിനെ വേണമെന്ന് ആവശ്യപ്പെട്ട് ദൈവം അവർക്ക് ശൗലിനെ രാജാവാക്കി കൊടുത്തു. Now this was as we earlier in the last class we know, this was a king who was on the desire of the hearts of the Israelites, and God anointed him. ഈ ഇസ്രായേൽ മക്കളുടെ ആവശ്യപ്രകാരം, അവരുടെ ആഗ്രഹപ്രകാരമാണ് ദൈവം അങ്ങനെ ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്യുവാനായിട്ട് അനുവദിച്ചത്. And there were a lot of things that happened at that time, but he could not. He also had some wars, and some he lost. Most of it he lost, and some he won. And then there was the anointing of David parallelly by God as the one chosen by God, king anointed. ഈ കാലഘട്ടത്തിൽ ശൗല് പല യുദ്ധങ്ങളും ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. പലതിലും അവൻ പരാജയപ്പെട്ടു, ചിലതിൽ വിജയിച്ചെങ്കിൽ തന്നെയും. എന്നാൽ ആ സമയത്താണ് ദൈവം ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാനായിട്ട് ഇടയാക്കിയത്. And the constant method by which Saul was trying to always kill David, as it was a competition for him, it did not work. In the end, Saul and his son were killed. എന്നാൽ ദാവീദിനെ കൊല്ലുവാനായിട്ട്, ഇല്ലാതെയാക്കുവാനായിട്ട് ശൗലും പലപ്പോഴും ശ്രമിച്ചെങ്കിൽ തന്നെയും അത് സാധ്യമായില്ല. ഒടുവിലായിട്ട് ശൗലും തന്റെ മകൻ യോനാഥാനും കൊല്ലപ്പെടുവാനായിട്ട് ഇടയായി. Around 40 years he reigned. 40 വർഷത്തോളം ശൗല് ഇസ്രായേലിൽ രാജാവായിട്ട്. After that, Abner was the captain of Saul's army, placed Ishbosheth on the throne. He is the son of Saul. ഈ ശൗലിന് ശേഷം തന്റെ സേനാധിപനായിരുന്ന അബ്നേർ ഈശ്ബോശത്തിനെ, ശൗലിന്റെ മകനായ ഈശ്ബോശത്തിനെ രാജാവായി അഭിഷേകം ചെയ്തു. But that lasted only 2 years. അത് 2 വർഷം മാത്രമേ നടന്നുള്ളൂ. And David came on to the throne first as the leader of Judah. ദാവീദ് പിന്നീട് രാജാവായിട്ട്, ആദ്യം യഹൂദയുടെ രാജാവായിട്ടും and then the whole of Israel. പിന്നീട് ഇസ്രായേലിന് മുഴുവൻ രാജാവായിട്ടും ദാവീദ് കടന്നു വന്നു. And he reigned for 40 years. ദാവീദ് 40 വർഷം ഇസ്രായേലിൽ രാജാവായിട്ട് വാണു. Again there were wars in his time. ദാവീദിന്റെ കാലഘട്ടത്തിലും യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു. And though he decided to build the temple, ദാവീദ് ദൈവത്തിന് ഒരു ആലയം പണിയാനായിട്ട് ആഗ്രഹിച്ചുവെങ്കിൽ തന്നെയും God had left it to Solomon to be the one who would build the temple. ദൈവം ദാവീദിന്റെ മകനായ ശലോമോനാണ് ആലയം പണിയാനായിട്ട് നിയമിച്ചിരുന്നത്. And then Solomon was living a life initially very close to God. ശലോമോൻ തന്റെ ജീവിതത്തിന്റെ ആദ്യ നാളുകളിൽ ദൈവത്തോട് വളരെ ചേർന്ന് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. But then as time went on, he went after the women around him. എന്നാൽ സമയം മുൻപോട്ട് പോയപ്പോൾ ശലോമോൻ മറ്റ് സ്ത്രീകളെയും
ആഗ്രഹിക്കുവാനായിട്ട് അവരുടെ പുറകെ പോകുവാനും. Some 3,000 wives and concubines. I don't know how much the number is exactly. Yeah. But he had a lot of women, and it was more politically motivated than really of any attraction. പല സ്ത്രീകളെയും താൻ ഭാര്യമാരായും വെപ്പാട്ടികളായും അവരെ രാഷ്ട്രീയമായിട്ട് മറ്റ് ജാതികളിൽ നിന്നൊക്കെയും ഉള്ളവരെ ആ രീതിയിൽ താൻ ഭാര്യമാരാക്കിയെടുത്തു. And he went into serving other gods. അതിന്റെ ഫലമായിട്ട് ശലോമോൻ അവരുടെ ദേവന്മാരെ ആരാധിക്കുന്നതിലേക്ക് കടന്നു പോകുവാനായിട്ടിടയായി. Samuel was in the scene whereas he was the last judge and the first prophet. He was a judge and a prophet as well as a priest. ആ സമയത്താണ് ശമൂവേൽ അവിടെ ഉണ്ടായിരുന്നത്. ശമൂവേൽ ഒടുവിലത്തെ ന്യായാധിപനും അതേസമയം തന്നെ താൻ ഒരു പ്രവാചകനും പുരോഹിതനുമായിരുന്നു. And I was corrected by saying that he was a Levite. താൻ ഒരു ലേവ്യൻ തന്നെയായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയും. And he was the one God used to anoint Saul, David. ശൗലിനെയും പിന്നീട് ദാവീദിനെയും ഒക്കെ അഭിഷേകം ചെയ്യുവാനായിട്ട് ദൈവം ഉപയോഗിച്ചത് ഈ ശമൂവേലിനെ ആയിരുന്നു. There was the activity of Nathan the prophet, Samuel the prophet, and to a certain extent Gad the prophet. These were three prophets in that time. പ്രവാചകന്മാരായ നാഥാൻ, അതുപോലെ ഗാദ്, ശമൂവേൽ, ഇവരൊക്കെയായിരുന്നു ആ സമയത്ത് പ്രവാചക ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. However, in the time of Solomon there was very little reach out to the prophets. എന്നാൽ ശലോമോന്റെ കാലഘട്ടത്തില് ഈ പ്രവാചകന്മാരുടെ അടുത്തേക്ക് പോകുന്നത് അത്ര സാധാരണയായി സംഭവിക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു. Whereas in the case of David it was not so. എന്നാൽ ദാവീദിന്റെ കാലത്ത് അങ്ങനെയല്ലായിരുന്നു. So there was a decline in the spiritual nature of the king and therefore the children of Israel. അതുകൊണ്ട് രാജാവിന്റെ ജീവിതത്തിലും അതുപോലെ അതിന്റെ ഫലമായിട്ട് ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിലും ആത്മീയമായിട്ടുള്ള അധംപതനം സംഭവിക്കാനായിട്ട് ഇടയായിരുന്നു. God is now communicating with his chosen nation. ദൈവം ഇപ്പോൾ തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയുമായിട്ട് ദൈവം അവരോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. His command was that the king should be faithful to him. തന്റെ ദൈവത്തിന്റെ കൽപ്പന രാജാവ് ദൈവത്തോട് വിശ്വസ്തനായിരിക്കണം എന്നുള്ളതാണ്. Therefore he will govern the people in the way of God. അങ്ങനെ ആകുമ്പോൾ ആ രാജാവ് ദൈവത്തിന്റെ വഴികളിൽ ഈ ജനത്തെ ന്യായപാലനം നടത്തുവാനായിട്ട് ഇടയായിത്തീരും. And therefore the children of God will be loyal to God. അങ്ങനെ വരുമ്പോൾ ജനം ദൈവത്തോട് വിശ്വസ്തരായി നിലനിൽക്കും. But as the time came for Solomon's reign, എന്നാൽ ശലോമോന്റെ ഭരണകാലത്ത് the king himself was unfaithful. രാജാവ് തന്നെ അവിശ്വസ്തനായി തീർന്നു. And so the people also were unfaithful. അതിന്റെ ഫലമായിട്ട് ജനവും അവിശ്വസ്തരായി തീർന്നു. There was a thing about not marrying with the people around them, അവരുടെ outside Israelites. ഇസ്രായേൽ മക്കളിൽ നിന്നല്ല അല്ലാതെയുള്ളവരെ ഭാര്യമാരായിട്ട് എടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. And the Israelites, we know that it's called the mixed race, did intermarry with all those other Canaanites. അങ്ങനെയുള്ള വിവാഹ ബന്ധത്തിലൂടെ മിശ്രജാതി ഉണ്ടാകുവാനായിട്ട് കനാന്യരുമായിട്ടുള്ള ബന്ധത്തിലൊക്കെയും ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. God, and right from Genesis, as we know, God created man in his likeness and in his image. നമുക്കറിയാം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. The image is understood by the scholars, that is that of the spirit, soul and body, the tripartite, which is similar to the Trinity of God. അതിൽ സാദൃശ്യം എന്ന് പറയുന്നത് ദൈവത്തിനുള്ളത് പോലെ തന്നെ ആത്മാവ്, ദേഹം എന്നുള്ള രീതിയിൽ മൂന്ന് ഘടകങ്ങളോട് കൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. In spirit, soul and body. ആത്മാവും ദേഹിയും ദേഹവും. And in the likeness, it was a question of having been given the freedom to make a choice. സ്വരൂപം എന്ന് പറയുമ്പോൾ തീരുമാനമെടുക്കാനായിട്ടുള്ള കഴിവോട് കൂടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. In a limited sense about himself only. തന്നോടുള്ള ബന്ധത്തിൽ തീരുമാനമെടുക്കുവാനും. It is a limited sense, not like God making decisions. ദൈവത്തിനുള്ളത് പോലെയുള്ള കഴിവുകളോട് കൂടിയല്ല, എന്നാൽ വ്യക്തിപരമായ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ടുള്ള കഴിവോട് കൂടിയാണ് ദൈവം മനുഷ്യനെ. And the sovereign God never violated that sovereign decision of giving man the power of choice. തീരുമാനമെടുക്കാനായിട്ടുള്ള കഴിവ് ദൈവം എല്ലാ കാലത്തും മനുഷ്യന് ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. And that സർവശക്തനായ ദൈവം. And therefore what he does in his attempt to continue to bring these people to holiness was to change the surroundings and the circumstances and give them an option to choose from which will lead them to holiness. അതുകൊണ്ട്
സർവശക്തനായ ദൈവം ചെയ്തിരുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ജനത്തിന് ദൈവത്തിങ്കിലേക്ക് വരുവാനും വിശുദ്ധ ജീവിതം നയിക്കുവാനും വേണ്ടി അവരുടെ സാഹചര്യങ്ങളെയും അവരുടെ ചുറ്റുപാടുകളെയും ദൈവം മാറ്റുകയും നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. However, Satan made the first strike. എന്നാൽ സാത്താന് അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഇടയായി. And that first action was to take the head of mankind, Adam, and made him a sinner. അതിനുവേണ്ടി സാത്താൻ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ ആ ഒന്നാം മനുഷ്യനായ ആദാമിനെ ആ പാപത്തിൽ വീഴ്ത്തുക എന്നുള്ളതായിരുന്നു. So the whole of mankind is now in his bag. അങ്ങനെ മനുഷ്യജാതി മുഴുവൻ ഇപ്പോൾ സാത്താന്റെ പിടിയിലായി. And that is how that we are born as sinners. അങ്ങനെയാണ് നാം പാപികളായിട്ട് ജനിക്കുവാനായിട്ട് ഇടയായി. And therefore we read further in Genesis that Adam had a child in his likeness, not in God's likeness. അതുകൊണ്ടാണ് തുടർന്ന് നാം വായിക്കുന്നത് ആദാം തന്റെ സ്വരൂപത്തിൽ തന്റെ സാദൃശ്യത്തിൽ മക്കളെ ഉൽപ്പാദിപ്പിച്ചു എന്ന് വായിക്കുന്നത്. And that in his likeness, in his image, sorry. തന്റെ സാദൃശ്യത്തിലാണ് താൻ പിന്നീട്, wherein the sinner aspect comes into play. അവിടെയാണ് പാപത്തിന്റെ ആ ഒരു ചിത്രം നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. And therefore we all are born sinners. അങ്ങനെ നാം എല്ലാവരും പാപികളായിട്ടാണ് ജനിച്ചിട്ടുള്ളത്. So the means by which God wants to make us holy has got a big hurdle in the fact that there is sin in man. He's got a sinful nature and he has a power of choice. So these combined makes it a difficult situation. അതുകൊണ്ട് നമ്മെ വിശുദ്ധരാക്കുവാനായിട്ട് മനുഷ്യൻ പാപത്തിലാണ് ജനിക്കുന്നത്, പാപത്തിലാണ് ജീവിക്കുന്നത്. അതോടൊപ്പം തന്നെ തീരുമാനമെടുക്കാനായിട്ടുള്ള കഴിവും ദൈവം അവന് നൽകിയിരിക്കുകയാണ്. And God will not violate that. ഈ കാര്യങ്ങൾ മാറ്റുവാനായിട്ട് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. So what he does is he changes all that is surrounding circumstances and the surrounds around him such that man will take a decision in favor of God. അതുകൊണ്ട് ദൈവം ചെയ്യുന്നത് മനുഷ്യനെ ദൈവത്തോട് അനുകൂലമായിട്ടുള്ള തീരുമാനം എടുക്കുവാനായിട്ട് ദൈവം തന്റെ ആ മനുഷ്യന്റെ സാഹചര്യങ്ങളെയും അവന്റെ ചുറ്റുപാടുകളെയും ദൈവം മാറ്റി അനുകൂലമായി തീരുമാനമെടുക്കുവാനായിട്ട് അവനെ പ്രേരിപ്പിക്കുന്നു. In the journey through the wilderness, മരുഭൂ യാത്രയില്, in the many wars, അവിടെ അവരെ അഭിമുഖീകരിച്ച വിവിധങ്ങളായ യുദ്ധങ്ങളിൽ, taking over the land, ദേശം കൈവശമാക്കുന്നതിൽ, defeating their enemies, ശത്രുക്കളെ കീഴ്പ്പെടുത്തുന്നതിൽ, with the power of God, not with their own power. തങ്ങളുടെ ശക്തിയിലല്ല ദൈവത്തിന്റെ ശക്തിയിൽ മാത്രമാണ് അതൊക്കെയും സാധ്യമായത്. All these were circumstances being changed to make their attention towards the greatness and the powerfulness of God. ഈ സാഹചര്യങ്ങളൊക്കെയും ദൈവം നിയന്ത്രിച്ചതും ദൈവം അത് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതും ഈ ജനം ദൈവത്തിന്റെ ശക്തിയെയും ദൈവത്തെയും അറിയേണ്ടതിനും ദൈവത്തെ ഭയക്കേണ്ടതിനും വേണ്ടിയാണ്. Surely there were some men of God. ആ കാലഘട്ടത്തിലും ദൈവത്തെ ഭയപ്പെടുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു. All through the times, right up to the time when Christ came, there is a gathering of people who are men of God. ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലേക്കുള്ള ആ വരവ് വരെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എപ്പോഴും ഒരു കൂട്ടം ആളുകൾ ദൈവത്തെ സ്നേഹിക്കുന്നവരായി, ദൈവത്തെ സേവിക്കുന്നവരായിട്ടുണ്ടായിരുന്നു. Having faith in God. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിട്ട്. And we have those names starting with Abraham, Enoch and so many other names. അബ്രഹാം, ഹാനോക്ക് തുടങ്ങിയ അനേക പേരുകൾ നമുക്ക് അറിയാമല്ലോ. But that number of people they are called the Old Testament, we call them as Old Testament saints. ആ ജനത്തെ അങ്ങനെയുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകളെ നാം പഴയ നിയമ വിശ്വാസികൾ എന്നാണ് നാം പൊതുവെ വിളിക്കുന്നത്. And they would be in eternity with God. അവരെ നിത്യതയിൽ ദൈവത്തോടു കൂടി ആയിരിക്കും. There is a plan for them either in the rapture or in the second coming. അത് കർത്താവിന്റെ മധ്യാകാശ വരവിലോ അല്ലെങ്കിൽ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിലോ അവര് കർത്താവിനോട് കൂടി ചേർക്കപ്പെടും. So he has not forsaken his people. അതുകൊണ്ട് തന്റെ ജനത്തെ ദൈവം കൈവിട്ടിട്ടില്ല. He has imputed the righteousness on Abraham. Read that in Romans. റോമാലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ ദൈവത്തിന്റെ നീതി അബ്രഹാമിന്റെ മേൽ ദൈവം കണക്കിട്ടു. So such was the plan of God that the people who are not with him, those who are with sinners who are in Satan's bag, should also come to him. അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് പിശാചിന്റെ കൈവശമുള്ള പാപത്തിന് അടിമപ്പെട്ട ജനത്തെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. The institution of the sacrifice being a means of atonement. അതിനുവേണ്ടി ദൈവം ഒരുക്കിയ ഒരു ക്രമീകരണമാണ് ഈ യാഗങ്ങള്. For atonement of the sins. പാപത്തിന് പരിഹാരം വരുത്തുവാനായിട്ട്. However, that was being abused and misused by the people. എന്നാൽ ജനം അത് തെറ്റായ രീതിയിൽ അത് ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങി. Even to the extent in Malachi we read they brought unfit animals for sacrifice.
അതിൻ്റെ പാരമ്യത്തിൽ നമ്മൾ മലാക്കിയുടെ പുസ്തകത്തിൽ വായിക്കുന്നത് ഊനമുള്ള മൃഗങ്ങളെ അവര് യാഗം കഴിക്കുവാനായിട്ട് So കൊണ്ടുവന്നു. such was the disrespect to God. ദൈവത്തോടുള്ള ആ ഭയമില്ലായ്മ, ബഹുമാനമില്ലായ്മ അത്രമാത്രം They വർദ്ധിക്കുവാനായിട്ട് did not fear God. അവർ ദൈവത്തെ ഭയപ്പെട്ടില്ല. They only saw what is in front of them. അവരുടെ മുൻപിലുള്ള കാര്യങ്ങൾ മാത്രമേ അവർ കണ്ടുള്ളൂ. They never looked above into the heavens from wherein the source was of all things they got. ഈ കാര്യങ്ങളുടെയൊക്കെയും സ്രോതസ്സ് സ്വർഗത്തിൽ നിന്നാണ്. അവിടേക്ക് അവർ കണ്ണുയർത്തി നോക്കിയില്ല. And as in the last verse of Judges, every man did what he pleased. അതുകൊണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒടുവിലത്തെ വാക്യത്തിൽ നാം കാണുന്നത് പോലെ ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. And then therefore the prophets were the means of communication that God used for his nation. അതുകൊണ്ട് തന്റെ ജനത്തെ ദൈവത്തിലേക്ക് മടക്കി വരുത്തുവാനായിട്ട് ദൈവം പ്രവാചകന്മാരെ ഉപയോഗിച്ചു. What is the role of the prophet? എന്താണ് പ്രവാചകന്റെ പങ്ക്? Firstly, he doesn't have he is not the son of a king or the son of a prophet. He is just a person God selects to be prophesying for him. പ്രവാചകൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള വ്യക്തികൾ, അവർക്ക് എന്തെങ്കിലും പാരമ്പര്യമോ ഒന്നും ഉണ്ടാകണമെന്നില്ല. അവരെ ദൈവം തെരഞ്ഞെടുത്ത് ഈ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അറിയിക്കുവാനായിട്ട് ദൈവം പ്രത്യേകമായിട്ട് തെരഞ്ഞെടുക്കുക. We read that Elijah was a person who had the same passions like everybody else. They were normal human beings. ഏലിയാവിനെ കുറിച്ച് നാം വായിക്കുന്നത് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. നമ്മെ പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു ഏലിയാവ്. But they were of a very calm temper and of high spiritual maturity and close to God. എന്നാൽ അവർ ദൈവത്തോട് വളരെ അടുത്ത് ജീവിച്ചിരുന്നവരും വളരെ ആത്മീയരായിട്ടുള്ള ആളുകളുമായിരുന്നു. They had only one purpose in their lives, that their job was convey what God tells them to convey to the children of Israel. ഈ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ജനത്തിനോട് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അറിയിക്കുക എന്നുള്ള ഒരേ ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. There is no dilution to it. ആ അരുളപ്പാടുകളെ ഏതെങ്കിലും തരത്തിൽ അതിന്റെ പ്രാധാന്യം കുറച്ചുകൊണ്ടല്ല പറഞ്ഞിരുന്നത്. It doesn't matter who the people are. ആരാണ് ശ്രോതാക്കൾ എന്നുള്ളതും അതിലെ Jonah was sent to Nineveh where he was supposed to talk to the Gentiles. ആ ജാതികളെ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുവാനായിട്ട് യോനയെ ദൈവം നിനവേലേക്ക് അയച്ചു. So uncomfortable for him. ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. It was very uncomfortable for Jonah. യോനയ്ക്ക് അത് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ലെങ്കിലും, But however, he did do it and then he wept about it. യോന അത് ചെയ്തെങ്കിൽ തന്നെയും അതിനെക്കുറിച്ച് അനുദപിച്ചു എന്ന് വായിക്കുന്നു. Because so many came to the knowledge of God. കാരണം ആ നിനവയിൽ അനേകര് ദൈവത്തിങ്കിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. However, it does not matter who the audience is. അതുകൊണ്ട് തന്നെ ശ്രോതാക്കൾ ആരാണെന്നുള്ളത് വിഷയമല്ല. Now at this time, after Solomon, the Israelite kingdom divided into two, between 10 and 2 tribes. നമുക്കറിയാം ശലോമോന്റെ കാലഘട്ടത്തിന് ശേഷം ആ ഇസ്രായേൽ രാജ്യം രണ്ടായി വിഭാഗിക്കപ്പെട്ടു, 10ഉം 2ഉം ഗോത്രങ്ങളായിട്ട്. Rehoboam, that was the son of Solomon. ശലോമോന്റെ മകനായ രഹോബയാം For 3 years he started ruling. താൻ 3 വർഷം രാജാവായിട്ട് വാണു. But he did not have any kind of acumen or any ability to rule. എന്നാൽ തനിക്ക് ഭരിക്കുവാനായിട്ടുള്ള അത്രയും കഴിവ് ഉണ്ടായിരുന്നില്ല. Therefore Jeroboam, who was a son of a servant, അതുകൊണ്ട് ദാസന്മാരുടെ മക്കളിൽ ഒരാളായിരുന്ന യെരവയാം was able to come together and bring together the 10 tribes other than Judah and Benjamin and create a different group called Israel. യെരവയാം മറ്റ് ആളുകളെ സ്വാധീനിച്ച് ആ 10 ഗോത്രങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഇസ്രായേൽ രാഷ്ട്രം എന്നുള്ള രീതിയിൽ അവിടെ വാഴുവാനായിട്ട് തുടങ്ങി. They occupied the northern area of Israel. അവർ ഇസ്രായേലിന്റെ വടക്കേ രാജ്യം അവരെ ഭരിക്കുവാനായിട്ട്. The southern part was with Judah, with the larger area, and Benjamin, a smaller tribe. തെക്ക് ഭാഗത്ത് യഹൂദയും ബെന്യാമീനും അങ്ങനെ ആ ഭാഗം The predominant tribe was Judah. ആ കൂട്ടത്തിലെ കൂടുതൽ പ്രാമുഖ്യം യഹൂദ ഗോത്രത്തിനായിരുന്നു. But all the prophets, you see that the concept of prophesying of prophets were there in both the countries, both the divisions. ഈ രണ്ട് രാജ്യത്തും, തെക്കേ രാജ്യത്തും വടക്കേ രാജ്യത്തും പ്രവാചകന്മാരെ ദൈവം അയച്ചുകൊണ്ടിരുന്നു. There were kings in both the divisions. രണ്ട് രാജ്യത്തും രാജാക്കന്മാരുണ്ടായിരുന്നു. However, the Israelite kings were all idol worshippers. എന്നാൽ ഇസ്രായേലിലെ രാജാക്കന്മാർ എല്ലാവരും ഒരുപോലെ വിഗ്രഹാരാധികളായിരുന്നു. Jeroboam started itself by
by worshipping the calves and the idols that were in Egypt. ആ യെരോബെയാം തന്നെ ആ വിഗ്രഹാരാധനയ്ക്ക് തുടക്കം കുറിച്ചു മിസ്രൈമിലെ ആ പശുക്കുട്ടിയെ ഒക്കെയും ആരാധിക്കുവാനായിട്ട് തുടങ്ങി. And though the prophets were doing the job that is given to them, irrespective of whether the people liked it or not, ജനത്തിന് സ്വീകാര്യമാണോ അല്ലയോ എന്നുള്ളത് നോക്കാതെ പ്രവാചകന്മാർ ദൈവത്തിന്റെ ശുശ്രൂഷ അരുളപ്പാടുകൾ അവരെ അറിയിച്ചുകൊണ്ടിരുന്നു. but they were all idolatrous people. എന്നാൽ ജനം വിഗ്രഹാരാധനയിൽ തുടർന്നുകൊണ്ടിരുന്നു. What happened was God brought the punishment of the Assyrian invasion into those 10 tribes of Israel. ആ സമയത്താണ് ദൈവം അശൂരിനെ ഈ 10 ഗോത്രങ്ങൾക്ക് അവരെ ശിക്ഷിക്കുവാനായിട്ട് ദൈവം അശൂരിനെ കൊണ്ടുവന്നത്. And today they are termed as the lost 10 tribes. ഇന്ന് നഷ്ടപ്പെട്ടു പോയ 10 ഗോത്രങ്ങൾ എന്നുള്ള രീതിയിലാണ് ആ രാഷ്ട്രം അറിയപ്പെടുന്നത്. However, Judah and Benjamin in that group, എന്നാൽ യഹൂദയും ബെന്യാമീനും ഉൾപ്പെട്ട ആ രാജ്യം, there were kings who were close to God, there were kings who were away from God. അവരുടെ രാജാക്കന്മാർ കുറെ പേര് ദൈവത്തോട് അടുത്തിരുന്നവരും കുറെ പേര് ദൈവത്തിന് വിരോധമായി ജീവിച്ചവരുമായിരുന്നു. That's where all the main prophets were working amongst those children of Israel in Judah. അവിടെയായിരുന്നു മിക്കവാറും പ്രവാചകന്മാരൊക്കെയും തങ്ങളുടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. And they had a certain amount of success in the warnings that they gave. ആ പ്രവാചകന്മാരുടെ വാക്കുകൾ കേട്ട് ചില ജനമെങ്കിലും ശരിയായ രീതിയിൽ പ്രതികരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. But generally the majority did not do that. എന്നാൽ ഭൂരിഭാഗം ആളുകളും അതിനെ ചെവി കൊടുത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ. Now what happened there was, what is this prophecy all about? എന്താണ് ഈ പ്രവചന ശുശ്രൂഷ എന്ന് നമുക്ക് നോക്കാം. Prophecy is actually a moral instruction. ധാർമ്മികമായിട്ടുള്ള ചില മുന്നറിയിപ്പുകൾ ജനത്തിന് നൽകുന്നതാണ് പ്രവാചക ശുശ്രൂഷ എന്ന് പറയുന്നത്. No, it's an instruction. ചില നിർദ്ദേശങ്ങൾ. And as God wanted them to locally at that time, there was the need to be able to bring them to holiness, and therefore there were some instructions given to them. ഈ ജനത്തെ വിശുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ദൈവം ഈ പ്രവാചകന്മാരിലൂടെ അവർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. At the same time, they were also announcing great events to happen. അതേ സമയത്ത് തന്നെ സംഭവിക്കാൻ പോകുന്ന വലിയ ചില സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള മുന്നറിയിപ്പുകളും അവർ കൊടുത്തുകൊണ്ടിരുന്നു. And this in the complicated language that we try to read and understand, നാം വായിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് പോലെയുള്ള ചില പ്രവാചക വാക്കുകളിലൂടെയാണ് ആ കാര്യങ്ങളൊക്കെ അറിയിച്ചത്. had the dual purpose of being effective for the local people at that time as a warning. ആ പ്രവാചക വാക്കുകളെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു താൽക്കാലിക നിവൃത്തി അന്നത്തെ ജനത്തിനോടുള്ള ബന്ധത്തിലുണ്ടായിരുന്നു. And at the same time, in the years to come, what is going to happen in the future. അതോടൊപ്പം തന്നെ ഭാവി കാലത്തും സംഭവിക്കാനായിട്ടുള്ള ഒരു നിവൃത്തിയും ഈ പ്രവാചക വാക്കുകൾക്കുണ്ടായിരുന്നു. At the same time, the prophets were people who were wise, who were calm in nature, were spiritually mature, were accessed by the people for good governance. ഈ ജനം, ഈ പ്രവാചകന്മാർ, അവർ ആത്മീകരും അവരെ ആ രീതിയിൽ പക്വതയുള്ള ആളുകളുമായിരുന്നുകൊണ്ട് ഇസ്രായേൽ ജനം ഇവരുടെ അടുത്തേക്ക് ആലോചനയ്ക്കായിട്ട് പലപ്പോഴും കടന്നു വരും. There are many instances that we know of. അങ്ങനെയുള്ള അനേക സന്ദർഭങ്ങൾ നമുക്കറിയാം. And there are activities that have been done emphasizing the greatness of Almighty God. ദൈവത്തിന്റെ മഹത്വത്തെ, ദൈവത്തിന്റെ വലിപ്പത്തെ വെളിപ്പെടുത്തുന്ന അനേക പ്രവർത്തികളും ഈ പ്രവാചകന്മാർ ചെയ്യുവാനായിട്ട് ഇടയായി. Elijah, the burning of those altars. ഏലിയാവിന്റെ കാലത്തുണ്ടായ ആ അത്ഭുതമൊക്കെ നമുക്കറിയാം. And Elisha, all these we know. എലീശയുടെ കാലത്തുണ്ടായ കാര്യങ്ങൾ ഇതൊക്കെ നമുക്കറിയാം. It was a means of communicating to the people the almightiness of God and the ways in which God wants men to behave and be close to Him. ദൈവം സർവശക്തനാണ് എന്നുള്ളത് ഈ ജനത്തെ ഓർമ്മപ്പെടുത്തുവാനും അവർക്കത് കാണിച്ചു കൊടുക്കുവാനും വേണ്ടി വിവിധങ്ങളായ കാര്യങ്ങളിലൂടെ ദൈവം ഈ പ്രവാചകന്മാരിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. At the same time, in this time and age of our lives in history, എന്നാൽ അതേസമയം തന്നെ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തില് the fulfillment of these prophecies in this time and age adds to the strengthening of our faith and to the belief of knowing the Almighty God who had prophesied so many thousands of years ago. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ദൈവം തന്റെ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്ത തിരുവെഴുത്തുകൾ, അരുളപ്പാടുകൾ ഈ കാലഘട്ടത്തിലും അത് നിവൃത്തിയാകുന്നത് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന
കാര്യങ്ങളായി അത് തീരുകയാണ്. There are many men of God who make it clear how from book of Daniel and Ezekiel and all that and Revelation, how the things that are happening in history today was already prophesied. ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തില് നിവർത്തിയാകുന്ന കാര്യങ്ങൾ അനേക ദൈവദാസന്മാര് പ്രത്യേകിച്ച് യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ, ദാനിയേലിന്റെ പുസ്തകത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ നിന്നൊക്കെയും നമുക്ക് വിവരിച്ച് നൽകാറുണ്ടല്ലോ. And that itself is a proof of the almightiness of the great God. വലിയവനായ ദൈവം അവൻ സർവശക്തനാണ് എന്നുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയും നാം അത് മനസ്സിലാക്കുകയാണ്. For the Father, Son, for Father God, we are His beloved children. വലിയവനായ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നാം ദൈവത്തിന്റെ പ്രിയ മക്കളാണ്. As far as Christ is concerned, we are His body and His bride. കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം നാം അവന്റെ ശരീരവും അവന്റെ മണവാട്ടിയുമാണ്. Israel by itself is a nation that has been promised a certain deliverance, and God will keep to that. ഇസ്രായേൽ ജനത്തിന് ദൈവം അവർക്കൊരു വിടുതൽ ദൈവം അവർക്ക് കൽപ്പിച്ചു കൊടുത്തിരുന്നു. ദൈവം അത് പ്രവർത്തിക്കുകയും ചെയ്തു. And that will happen in its due time. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ സമയത്ത് അത് നടക്കുക തന്നെ ചെയ്യും. It was a chosen nation. It was a small group of people. ഒരു ചെറിയ കൂട്ടത്തെയാണ് ദൈവം തെരഞ്ഞെടുത്തത്. Even today the Jews only occupy 0.2% of the world population. ഇന്നും യഹൂദന്മാർ ലോക ജനസംഖ്യയുടെ 0.2% മാത്രമേ ഉള്ളൂ. Whereas John 3:16 says, for God so loved the world of 7 billion people. എന്നാൽ യോഹന്നാൻ 3:16 നാം വായിക്കുന്നത് ദൈവം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ എന്ന് പറയുമ്പോൾ മുഴു ലോകത്തെയും 700 കോടി ജനങ്ങളെയും. He has expanded from a small nation to the whole world where His love is poured out. ആ ചെറിയ രാജ്യത്തിൽ നിന്ന് ദൈവത്തിന്റെ സ്നേഹം മുഴു ലോകത്തിലേക്കും അത് വ്യാപിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. No more is He talking about prophets or kings or priests or anything like that, but He sent His only beloved Son to die for us. He is the priest, He is the king, He is the prophet. ഇനിയും പ്രവാചകന്മാരിലൂടെയോ രാജാക്കന്മാരിലൂടെയോ ഒന്നുമല്ല ദൈവം സംസാരിച്ചു. തന്റെ പുത്രനെ തന്നെ ദൈവം അയച്ച് ഈ വലിയ രക്ഷാ സന്ദേശം അറിയിച്ചു. That is the manifestation of love on the cross of Calvary. കാൽവരി ക്രൂശിൽ വെളിപ്പെട്ട ദൈവസ്നേഹമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. We understand the warnings that were given to Israel, the nation of Israel was rejected by them. ഇസ്രായേൽ ജനത്തെ ദൈവം നൽകിയ സന്ദേശം അവരത് തള്ളിക്കളഞ്ഞു. Whereas the same warnings that are relevant for this church age, we need not reject but accept. എന്നാൽ ഈ സഭാ കാലഘട്ടത്തിൽ ദൈവം നമ്മോട് അരുളി ചെയ്യുന്ന ദൈവത്തിന്റെ അരുളപ്പാടുകൾ നാം അത് തള്ളിക്കളയാനായിട്ടുള്ളതല്ല, അത് നാം പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കാനായിട്ടുള്ളതാണ്. The settlement of our salvation has already taken place. നമ്മുടെ രക്ഷ സാധ്യമായി കഴിഞ്ഞതാണ്. But the governing of God in our lives is a continued process. എന്നാൽ ദൈവത്തിന്റെ നമ്മുടെ ജീവിതത്തിലുള്ള കർത്തൃത്വം അത് തുടർമാനമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. In 1 Peter chapter 2, 1 പത്രോസ് 2-ാം അധ്യായം, what is the ultimate end to which he is mentioning about us? നമ്മെക്കുറിച്ച് ദൈവം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. But verse 9, 9-ാം വാക്യം, you are a chosen generation, നിങ്ങളോ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, a royal priesthood, രാജകീയ പുരോഹിതവർഗം, a holy nation, വിശുദ്ധ ജനം, a peculiar people. ഒരു പ്രത്യേക ജാതി. And this is to which extent that he is planning to bring the church and the people of the church. ഈ ഒരു അവസ്ഥയിലേക്കാണ് തന്റെ ജനത്തെ ദൈവം കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്. And first for that purpose you read 1 Thessalonians chapter 5 verse 23. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. This is what the end or the objective that is there. ദൈവത്തിന്റെ ആത്യന്തികമായ ഉദ്ദേശം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. 23, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. So this is what is being done in the whole process right along all these ages. വിവിധങ്ങളായ യുഗങ്ങളിലൂടെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ്. And that is the new creation that he is talking about. അതാണ് ദൈവം പറയുന്ന പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. He is talking about new creation from the second Adam. ആ ഒടുക്കത്തെ ആദാമിൽ നിന്ന് ആ പുതിയ സൃഷ്ടിയുടെ ആരംഭം. As we are born again. നാം വീണ്ടും ജനിക്കുകയാണ്. And this is what he told Nicodemus.
അതാണ് കർത്താവ് നിക്കോദിമോസിനോട് പറഞ്ഞത്. Unless you are born again, you cannot enter into the kingdom of heaven. നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. How is it that I can enter into the kingdom? That rich person came and asked Jesus. ആ ധനവാനായ ഒരു പ്രമാണി കർത്താവിനോട് ചോദിച്ചു, ഞാൻ എങ്ങനെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം? Sell all that you have. നിനക്കുള്ളതെല്ലാം വിൽക്കുക. When the Lord Jesus Christ കർത്താവ് യേശു ക്രിസ്തു made those statements saying, deny yourself, നിന്നെ തന്നെ താൻ ത്യജിക്കുക എന്നുള്ള വാക്കുകൾ പറഞ്ഞപ്പോൾ it contains the whole meaning of being a holy person. വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിന്റെ മുഴുവൻ കാര്യവും അതിൽ അടങ്ങിയിരിക്കുകയാണ്. And it is in that respect, those two words makes us completely submissive to God. ആ അർത്ഥത്തിലാണ് ഈ രണ്ട് വാക്കുകൾ നമ്മുടെ ജീവിതം സമ്പൂർണ്ണമായിട്ട് കർത്താവിനായിട്ട് സമർപ്പിക്കുന്ന ആ ഒരു തീരുമാനത്തിലേക്ക് When നമ്മെ he നയിക്കുന്നത്. said, I am your God, I will be your God to the Israelite children, and you shall only serve me and no other gods. This is the concept of deny yourself. കർത്താവായ ദൈവം, വലിയവനായ ദൈവം ഇസ്രായേൽ ജനത്തോട്, ഞാൻ നിങ്ങളുടെ ദൈവം, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത് എന്ന് അവരോട് പറഞ്ഞപ്പോൾ ഇതേ ആശയം തന്നെയാണ് ദൈവം അവർക്ക് പകർന്നു കൊടുത്തത്. Whereas you yourself do not make yourself as a God. നിങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരു ദൈവത്തെ ഉണ്ടാക്കരുത്. You yourself should not become a God. നിങ്ങൾ തന്നെ ദൈവമായി തീരരുത്. Let God be your God. ദൈവം തന്നെ നിങ്ങളുടെ ദൈവമായിരിക്കട്ടെ. For which you have to deny yourself. അതിന് നിങ്ങളെ തന്നെ ത്യജിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. And he says, the next line he says, take up your cross. അതിനുശേഷം അടുത്ത വാക്യത്തിൽ പറയുന്നത് നിങ്ങളുടെ ക്രൂശ്, തന്റെ ക്രൂശ് എടുത്തുകൊണ്ട്. What is the cross here signifying? എന്താണ് ക്രൂശ് എന്ന് പറയുന്നത്? The cross is what the Lord Jesus Christ came to get onto. കർത്താവായ യേശു ക്രിസ്തു കയറുവാനായിട്ട് ആഗ്രഹിച്ചതാണ് ക്രൂശ് എന്ന് പറയുന്നത്. That was in obedience to the will of the Father, as in Gethsemane he did say. അത് പിതാവിന്റെ ഇഷ്ടത്തിന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ഗെത്സമന തോട്ടത്തിൽ വെച്ച് കർത്താവ് പറഞ്ഞതുപോലെയുള്ള ആ കാര്യമാണ്. He was not doing his will, he was doing the will of the Father as an obedient person. ഒരു സമ്പൂർണ്ണ അനുസരണമുള്ള മകനെ പോലെ പിതാവിന്റെ ഇഷ്ടത്തിന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന കർത്താവായി. And that submission to the will of the Father is manifested on the cross of Calvary. അങ്ങനെ പിതാവിന്റെ ഇഷ്ടത്തിന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന്റെ ഒരു പൂർത്തീകരണമാണ് കാൽവരി ക്രൂശിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. It had the vehicle of love. അതിൽ ദൈവത്തിന്റെ സ്നേഹം അടങ്ങിയിരിക്കുന്നു. It had the beauty of the character of holiness displayed there. അവിടെ ദൈവത്തിന്റെ വിശുദ്ധി അവിടെ നമുക്ക് വെളിപ്പെടുവാനായിട്ട് സാധിക്കുന്നു. Everything was included in the cross. ക്രൂശിൽ ഇതെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. And when he says that take up your cross, നമ്മോട് ദൈവം തന്റെ ക്രൂശ് എടുക്കുവാനായിട്ട് പറയുമ്പോൾ, if for Christ it was being obedient to the will of the Father, what would be our cross? കർത്താവ് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതായിരുന്നു ക്രൂശ് എടുക്കുന്നതെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? To do the will of the Father. പിതാവിന്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. In Isaiah 65 verse 2, യെശയ്യാവിന്റെ പുസ്തകം 65 അധ്യായം 2-ാം വാക്യം. Isaiah 65 and 66 is about the new heaven and new earth. യെശയ്യാവ് 65, 66 അധ്യായങ്ങൾ പുതിയ ആകാശവും പുതിയ ഭൂമിയെയും കുറിച്ചാണ് പറയുന്നത്. In English, the last 4 words say, after their own thoughts. 65-ാം അധ്യായത്തിന്റെ അവസാനത്തെ 4 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവർ വീടുകളെ പണിത് പാർക്കും, അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കും. അവർ പണിക, മറ്റൊരുത്തൻ പാർക്ക എന്ന് വരികയില്ല. അവർ നടുക, മറ്റൊരുത്തൻ തിന്നുക എന്നും വരികയില്ല. എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെ ആകും. എൻ്റെ വൃദ്ധന്മാർ തന്നെ തങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കും. അവർ വൃഥ അധ്വാനിക്കുകയില്ല, ആപത്തിനായിട്ട് പ്രസവിക്കുകയുമില്ല. അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ. Verse 2, after their own thoughts. രണ്ടാമത്തെ വാക്യം, സ്വന്തം വിചാരങ്ങളെ അനുസരിച്ച് ആകാത്ത വഴിയിൽ നടക്കുന്ന മത്സരമുള്ള ജനത്തിങ്കിലേക്ക് ഞാൻ ഇടവിടാതെ കൈനീട്ടുന്നു. After your own thoughts. സ്വന്തം വിചാരങ്ങളെ അനുസരിച്ച്. This is how the classification of not denying yourself is. തന്നെത്താൻ ത്യജിക്കുക എന്നുള്ളതിന് നേരെ എതിരായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. Even in Judges, the last verse says, everyone did whatever he felt like wanting to do.
ആ ന്യായാധിപന്മാരുടെ പുസ്തകം ഒടുവിലത്തെ വാക്യത്തിൽ നമ്മളത് കണ്ടല്ലോ. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. Apostle Paul talks about the fact that his spirit has some else thought, whereas members of his body, which is part of the earthly body, does something else. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ എൻ്റെ ശരീരം അത് ജഡത്തിന് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. Although my spirit wants to be spiritual. എൻ്റെ ആത്മാവ് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ കാംക്ഷിക്കുന്നു. And then at the same time, അതേ സമയം തന്നെ the first initial process of our action is in our thoughts. നമ്മുടെ പ്രവൃത്തിയുടെ ആദ്യത്തെ ഒരു തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയിലാണ് അത് തുടങ്ങുന്നത്. And here God says you are rebelling after your own thoughts. ഇവിടെ ദൈവം പറയുകയാണ്, സ്വന്തം വിചാരങ്ങളെ അനുസരിച്ച് ആകാത്ത വഴി നടക്കുന്ന മത്സരമുള്ള ജനം. Then in the same chapter, അതേ അധ്യായത്തിന്റെ 17th verse, 17ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലത്തവ ആരും ഓർക്കുകയില്ല, അവരുടെയും മനസ്സിൽ വരികയുമില്ല. You go to 2 Peter 3:13. 2 പത്രോസ് 3:13 നമുക്ക് വരാം. 2 പത്രോസ് 3:13. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. Wherein dwells righteousness. നീതി വസിക്കുന്ന ആ പുതിയ ആകാശം. And in Isaiah he says the former shall not be remembered, the old things will not be remembered. ഇവിടെ നാം വായിച്ച ഭാഗത്ത് നാം കാണുന്നത് പഴയത് ഇനി ആരും ഓർക്കയില്ല എന്നുള്ളതാണ്. Nor come into the mind. അതാരുടെയും മനസ്സിൽ വരികയുമില്ല. So the very fact that we say sinful thoughts, പാപമായ ചിന്തകള്, those wicked thoughts are sinful according to the word of God itself. ആ തെറ്റായ ചിന്തകൾ ദൈവവചനപ്രകാരം അത് പാപമാണ്. The thoughts and the working of the mind is what the Lord Jesus looks at. നമ്മുടെ ചിന്തകളും നമ്മുടെ മനസ്സുമാണ് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. You go to 66:3. 66-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നമുക്ക് വായിക്കാം. കാളയെ അറുക്കുകയും മനുഷ്യനെ കൊല്ലുകയും ചെയ്യുന്നവൻ, കുഞ്ഞാടിനെ യാഗം കഴിക്കുകയും നായയുടെ കഴുത്ത് ഒടിക്കുകയും ചെയ്യുന്നവൻ, ഭോജനയാഗം കഴിക്കുകയും പന്നിച്ചോര അർപ്പിക്കുകയും ചെയ്യുന്നവൻ, ധൂപം കാണിക്കുകയും മിഥ്യാമൂർത്തിയെ വാഴ്ത്തുകയും ചെയ്യുന്നവൻ, ഇവർ സ്വന്തം വഴികളെ തിരഞ്ഞെടുക്കുകയും. Yea, they have chosen their own ways. അവർ സ്വന്തം വഴികളെ തിരഞ്ഞെടുത്തു. See the power of choice that is given to man. ദൈവം മനുഷ്യനെ തീരുമാനമെടുക്കാനായിട്ടുള്ള കഴിവ് നൽകിയപ്പോൾ, unfortunately that has been the biggest hurdle that Satan uses against God to work man against God. മനുഷ്യനെ ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കാനായിട്ട് പിശാച് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇത് തന്നെയാണ്. The misuse of our freedom of choice. ആ തീരുമാനമെടുക്കാനായിട്ടുള്ള കഴിവ് മനുഷ്യനെ തെറ്റായ കാര്യങ്ങളിലേക്ക് അവനെ മാറ്റുക ആണ് പിശാച് ചെയ്യുന്നത്. He immediately he struck the first goal into the net when he had Adam fall. ഈ കാര്യം സാധിക്കുവാനായിട്ട് പിശാച് ചെയ്ത ആദ്യത്തെ കാര്യമാണ് ആദാമിനെ പാപത്തിൽ വീഴ്ത്തുക. The beginning of mankind itself. മനുഷ്യജാതിയുടെ ആരംഭത്തിൽ തന്നെ സംഭവിച്ചു. And we are struggling with that. ഇന്ന് നാം അതിന്റെ ദുരിതം അനുഭവിക്കുകയാണ്. So what God does is he changes things around us to show us the almightiness of God, the holiness of God, the manifestation of love on the cross of Calvary, and tells us, deny yourself and follow me. അതുകൊണ്ട് ദൈവം ചെയ്യുന്നത് നമ്മുടെ സാഹചര്യങ്ങളെ ദൈവം മാറ്റി, നമ്മുടെ ചുറ്റുപാടുകളെ ദൈവം മാറ്റിക്കൊണ്ട് ദൈവം സർവശക്തനാണെന്നുള്ളതും ദൈവം വിശുദ്ധനാണെന്നുള്ളതും ദൈവത്തിന്റെ സ്നേഹത്തെയും വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് തന്നെത്താൻ ത്യജിക്കുവാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നു. We have the word of God where there are ample examples of his faithfulness and his perseverance and the deliverance he has given his children. ആ ദൈവത്തിന്റെ വിശ്വസ്തതയും ദൈവം തന്റെ ജനത്തിന് നൽകുന്ന വിടുതലിനെ കുറിച്ച് അനേക കാര്യങ്ങൾ, അനേക സന്ദർഭങ്ങൾ ദൈവജനത്തിലൂടെ നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. In our own lives we have experienced that wonderful affection of God in taking care of his children. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ തന്നെ ദൈവം തന്റെ മക്കളോട് കാണിക്കുന്ന വലിയ സ്നേഹം എത്രയോ തവണ നാം രുചിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. But the only thing is there's a time delay in giving him credit.
എന്നാൽ ദൈവത്തിന് അതിന്റെ മഹത്വം കൊടുക്കുന്നതിൽ പലപ്പോഴും കാലതാമസം വരാറുണ്ട്. It is only after the event that we realize, yes, it was God who did it for us. പലപ്പോഴും അത് കഴിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവമായിരുന്നു അത് പ്രവർത്തിച്ചത് എന്നുള്ളത്. But what we fail to do is build on that experience for the next time to strengthen our faith. എന്നാൽ പലപ്പോഴും നാം പരാജയപ്പെടുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച ആ പാഠങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാതെ അത് മറന്നു കളയുന്ന ഒരു അവസ്ഥയിലേക്ക്. The failure of the Israelites was very well written in Malachi. ഇസ്രായേൽ ജനത്തിന് സംഭവിച്ച പരാജയം മലാക്കിയുടെ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. And then 400 years after that there was total silence. അതിനുശേഷം 400 സംവത്സരം ഒരു നിശബ്ദ കാലഘട്ടമായിട്ട് നാം കാണുന്നു. And then he sends his son. അതിനുശേഷം തന്റെ പുത്രനെ ദൈവം അയക്കുകയാണ്. So he communicated with man for a long period of time. അതുകൊണ്ട് മനുഷ്യനോട് ദൈവം വളരെ ദീർഘകാലം ദൈവം ഇടപെട്ടുകൊണ്ടിരുന്നു, സംസാരിച്ചുകൊണ്ടിരുന്നു. The communication was to become holy. നാം ജനം വിശുദ്ധരായി തീരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം സംസാരിച്ചുകൊണ്ടിരുന്നത്. In Revelation, what were the angels worshiping God saying? വെളിപ്പാട് പുസ്തകത്തിലെ ദൈവത്തെ ആരാധിക്കുന്ന ദൂതന്മാരെ എന്താണ് പറയുന്നത്? Holy, 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 worthy is the Lamb. പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ദൈവത്തെ ആരാധിക്കുന്നത്. The word holy has so much importance. അതുകൊണ്ട് വിശുദ്ധി എന്നുള്ള പദത്തിന് വളരെ പ്രാധാന്യമുണ്ട്. May we be able to bring our discipline our lives to this knowledge of the intention of God in our lives to make us holy and to present us holy and blameless at a time unto eternity. നിത്യതയിൽ നമ്മെ വിശുദ്ധരായി ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധയും നിഷ്കളങ്കയുമായി നിർത്തുക എന്നുള്ള ദൈവത്തിന്റെ ഉദ്ദേശ നിവൃത്തിക്ക് വേണ്ടിയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. May God's name be glorified. ദൈവം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ.